എൻ്റെ അറിവിൽ കേരളത്തിൽ ഇതുപോലെ കിടന്നുകൊണ്ട് സിനിമ കാണാൻ പറ്റിയ ലൗഞ്ചർ സീറ്റുള്ള വേറൊരു തിയേറ്റർ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടാണ്. കേരളത്തിൽ തന്നെ മോസ്റ്റ് അണ്ടർ റേറ്റഡ് തിയേറ്റർ കോംപ്ലക്സ് എന്നുകൂടെ ഞാൻ ഇവരെ വിളിക്കും. അതിൻ്റെ കാരണം വീഡിയോ കണ്ടാൽ മനസ്സിലാവും. തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാറുള്ള VB മോളിലുള്ള VB സിനിമാസ് സിനിമ കാണാൻ പോയപ്പോൾ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ പറയട്ടെ, വിശാലമായ പാർക്കിംഗ് സ്പേസ്. ഇത്രയധികം പാർക്കിംഗ് സ്പേസ് ഞാൻ ഈ അടുത്ത് കേരളത്തിൽ വേറെ തിയേറ്ററിൽ കണ്ടിട്ടില്ല എന്നുള്ള കാര്യം എടുത്ത് പറയുന്നു. ഇതൊരു സ്റ്റാൻഡ് അലോൺ മൾട്ടിപ്ലക്സ് കോംപ്ലക്സ് ആണ്. കയറി ചെല്ലുമ്പോൾ തന്നെ മുകളിലായിട്ട് VB സിനിമാസ് എന്നുള്ള ബ്രാൻഡിങ്ങും 4K 3D ഡോൾബി അറ്റ്മോസ് റിക്ലൈനർ സീറ്റ്സ് എന്നുള്ള കാണാം. കയറി ചെല്ലുമ്പോൾ തന്നെ ഫുഡ് കോർട്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ. ഫുഡ് കോർട്ടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിക്കിങ്ങിൻ്റെ ഒരു ഔട്ട്ലെറ്റും ആനന്ദ് ഭവൻ്റെ ഒരു ഔട്ട്ലെറ്റും കാണാൻ പറ്റും. ഞാൻ ഓൾറെഡി ഫുഡ് കഴിച്ചുകൊണ്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചില്ല. വാഷ്റൂമൊക്കെ നല്ല നീറ്റായിരുന്നു. മുകളിലേക്ക് നോക്കുമ്പോൾ ഇൻസെപ്ഷൻ ഓർമ്മ വരുന്ന രീതിയിലുള്ള സ്റ്റെപ്സ് കാണാം. സൈഡിൽ തന്നെ VB സിനിമാസ് മൾട്ടിപ്ലക്സിലേക്കുള്ള എൻട്രൻസ് ആണ്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ബോക്സ് ഓഫീസ് ആണ് ലെഫ്റ്റ് സൈഡിൽ. കൗണ്ടറിൽ ഒന്ന് ടിക്കറ്റ് എടുത്ത് പൈസ ലാഭിക്കാം, ഓൺലൈൻ ബുക്ക് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് 3/4 മണിക്കൂർ മുന്നേ നേരത്തെ വന്നാൽ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, ഞാൻ കാണാൻ ഉദ്ദേശിച്ച് വന്ന കങ്കുവ 3Dക്ക് തീരെ ആളില്ലാത്തതുകൊണ്ട് ഷോ നടക്കുമെന്നുള്ള കാര്യം പോലും ഡൗട്ടാണെന്ന്. ഇവിടെയുള്ള സ്ക്രീൻ 1 ഒരു 3D പടം തന്നെ കാണണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാനൊരു സ്കോപ്പ് റേഷ്യോ സിനിമ നോക്കി ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ടും ഈ സിനിമ രണ്ടാമത് കാണാൻ വേണ്ടി വന്നത്. ഷോ തുടങ്ങാൻ 3/4 മണിക്കൂർ ഇനിയും ഉണ്ടല്ലോ, ആളുകളൊക്കെ വരുമെന്ന് വിചാരിച്ചിരുന്നു. ഞാൻ ലൈമൊക്കെ കുടിച്ച് സന്തോഷമായിട്ട് ഹോപ്പായിട്ട് ഞാൻ നേരെ അകത്തേക്ക് ചിരിച്ച് ചെന്നപ്പോഴാണ് അറിയണത് ഞാൻ കാണാൻ ഉദ്ദേശിച്ച കങ്കുവ 3Dയുടെ ഷോ ക്യാൻസലായി. 10 പേര് പോലും തികച്ചു വന്നില്ല. പിന്നെ ഞാൻ ഡെസ്പായിട്ട് ഈ മമ്മൂക്കയുടെ ലാലേട്ടൻ്റെയും ഓണറിൻ്റെ ഫോട്ടോ നോക്കിയെന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് പെട്ടെന്നാണ് എനിക്കൊരു വെളിപാടുണ്ടായത്. തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ ആംബിയൻസ് ഞാൻ മൂവാറ്റുപുഴയിലുള്ള ഐസക് മറിയ തിയേറ്ററിൽ മാത്രമേ ഈ ലെവലിലൊരു ആംബിയൻസ് കണ്ടിട്ടുള്ളൂ. എന്തായാലും ഐ അപ്രീഷിയേറ്റ് ദിസ്. PVR ഇനോക്സിലൊക്കെ ഉള്ള പോലത്തെ കിഡിലൊരു ആംബിയൻസ്. അപ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്തോട്ടെ എന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ എടുത്തോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവർ വന്ന് എന്നോട് ഒരു കാര്യം പറഞ്ഞു, എന്തായാലും ഇത്ര ദൂരം ട്രാവൽ ചെയ്ത് ഇവിടം വരെ വന്നതല്ലേ, 3 സ്ക്രീനും ഓണർ വരുമ്പോഴേക്കും കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ലൈറ്റൊക്കെ ഇട്ട് എന്നെ മൊത്തം കാണിച്ചു തന്നു. എൻ്റെ പൊന്നാളിയാ, പറയാതിരിക്കാൻ വയ്യ. വൺ ഓഫ് ദ ബെസ്റ്റ് ദാറ്റ് ഐ ഹാവ് സീൻ ആഫ്റ്റർ ജോസ് തിയേറ്റർ ആൻഡ് ഐസക് മറിയ റിനോവേറ്റഡ് തിയേറ്റേഴ്സ്. ഈ ഒരു തിയേറ്ററിൻ്റെ ആംബിയൻസ് PVR ഇനോക്സൊക്കെ പോലത്തെ ആ ലെവൽ രീതിയിൽ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. സ്ക്രീൻ 1ഉം 2 ആണ് ഈ കാണുന്നത് റൈറ്റ് സൈഡിൽ. അറ്റത്തായിട്ടാണ് സ്ക്രീൻ 3 വരുന്നത്. അതിൻ്റെ ഇടയിലാണ് ഫുഡ് കോർട്ട് ഉള്ളത്. എല്ലാം നീറ്റ്ലി മെയിൻറ്റെയിൻഡ് ആൻഡ് അറേഞ്ച്ഡ്. ഒരു വൻകിട മൾട്ടിപ്ലക്സിൽ കാണുന്ന രീതിയിൽ ഹെവി ആയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓണർ വന്നിട്ട് പറഞ്ഞു സ്ക്രീൻ 1 കാണിച്ചു തരാമെന്ന്. സ്ക്രീൻ 1 കയറിയെന്ന് കിളി പറയും. ആദ്യം തന്നെ ഞാൻ കണ്ടത് ഈ ലൗഞ്ചർ സീറ്റാണ്. കേരളത്തിൽ ഒറ്റ തിയേറ്ററിൽ ഞാൻ ഈ ലൗഞ്ചർ സീറ്റ് കണ്ടിട്ടില്ല, അതും വെറും 200 രൂപ പ്രൈസിൽ. തിയേറ്ററിന്റെ സ്പെക്ക് കിടപ്പിന്റെ കിളിയെന്ന് പറയും. ക്രിസ്റ്റിയുടെ 4K ലേസർ വനിത സ്ക്രീൻ 3 ഇരിക്കുന്ന ലേറ്റസ്റ്റ് പ്രൊജക്ടറാണ് അവിടെ ഇരിക്കുന്നത്. ഹാർക്നെസിന് അത്യാവശ്യം വലിപ്പമുള്ള 3D സിൽവർ സ്ക്രീൻ, കൂടാതെ കിടിലൻ റിക്ലൈനേഴ്സും, അത് 300 രൂപക്ക്. സീറ്റിന്റെ ഇടയിൽ അത്യാവശ്യം നല്ല ലെഗ് സ്പേസും. ഇത് കഴിഞ്ഞ് എന്നെ സ്ക്രീൻ 2 കൊണ്ടുപോയി. ഒരു രക്ഷയില്ലാത്ത ഇൻറ്റീരിയർ വർക്ക്. ഇതും 4K അറ്റ്മോസ് സ്ക്രീനാണ്, അതാണ് വേറെ രസം. ഇവിടെയും 12 റിക്ലൈനർ സീറ്റ്സ് ഉണ്ട്. ഇതും ഒരു സിൽവർ 3D സ്ക്രീൻ തന്നെയാണ്. ഇൻറ്റീരിയർ വർക്ക് ഞാൻ ഇതുവരെ എങ്ങും കാണാത്ത കളേഴ്സിലൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. വെറൈറ്റി ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അറ്റ്മോസൊക്കെ ചെയ്തേക്കണതാണ്, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. JBL 9300 എന്ന് പറഞ്ഞ സ്പീക്കേഴ്സാണ് ഇവിടെയും വെച്ചിരിക്കുന്നത്, സറൗണ്ടിനും ടോപ്പിലൊക്കെ ആയിട്ട്. ഞാനിവിടെ ഒരു ട്രയൽ ഇരുന്ന് അവിടെ കണ്ടു നോക്കി കേട്ടു നോക്കി. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് കഴിഞ്ഞ് എന്നെ സ്ക്രീൻ 3ലേക്ക് കൊണ്ടത്. ഞാൻ ഫാനായി ഈ ഇൻറ്റീരിയറിൻ്റെ. IMAXിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ബ്ലൂ ടിൻറ്റും റോയൽ ബ്ലൂ സീറ്റ്സൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ലാത്ത ഒരു ഭംഗി. എന്തോ ഒരു പ്രത്യേക ഭംഗിയാണ് എനിക്ക് ഈ തിയേറ്ററിന് തോന്നിയത്. ഈ തിയേറ്ററിലും 11 റിക്ലൈനേഴ്സ് ഉണ്ട്. പക്ഷേ ഇതൊരു 2K ലേസർ 7.1 തിയേറ്ററാണ്. ഈ ഒരു ഓഡിറ്റോറിയം സൈസിന് ഇത് ആപ്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇൻറ്റീരിയേഴ്സിൻ്റെ ഒരു കട്ട ഫാനായിപ്പോയി ഞാൻ. അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലുള്ള തിയേറ്റേഴ്സിൻ്റെ ഇൻറ്റീരിയർ ലൈറ്റിങ് അടിപൊളിയാണ്. മിക്ക തിയേറ്ററുകളിലും സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ വല്ല പ്രേതാലയത്തിൻ്റെ ഇടയിൽ കൂടെ ആയിരിക്കും. ഇവിടെ അങ്ങനെയല്ല, കിടിലനായിട്ടുള്ള ഒരു വാക്ക് വേ തന്നെ ഇട്ടിട്ടുണ്ട്, ഫോറമോളിലൊക്കെ ഉള്ള പോലെ. മനസ്സിൽ ലഡ്ഡൂട്ടി എന്ന് പറഞ്ഞാൽ മതി. എന്നോട് പ്രൊജക്ഷൻ റൂം കയറി കണ്ട് വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുത്തെ സ്ക്രീൻ 1 പ്രൊജക്ടർ കണ്ടു. പിന്നെ ഇവിടെ 64 ചാനലിൻ്റെ ഫുൾ അറ്റ്മോസിൻ്റെ ഡാക്കാണ് വെച്ചിരിക്കുന്നതെന്ന് കണ്ടപ്പോൾ എൻ്റെ കിളി അങ്ങ് പാറി വീണ്ടും. ഇതൊരു കിഡു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈ സെയിം പ്രൊജക്ടറാണ് നമ്മുടെ വനിതയിൽ ഇരിക്കുന്നത്. കിഡിലൻ ക്രിസ്റ്റിയുടെ ടോപ്പ് ഓഫ് ദ ലൈനിൽ വരുന്ന RGB 4K ലേസർ പ്രൊജക്ടർ. അത് ഈ പ്രൊജക്ഷൻ റൂമിൽ നിന്ന് ആ സ്ക്രീൻ കാണാനൊക്കെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഷോ തുടങ്ങാറായി. ആ മൂടിയിട്ടിരിക്കുന്നതാണ് 3Dയുടെ ഡിവൈസ്. അതിനെപ്പറ്റിയുള്ള സെപ്പറേറ്റ് വീഡിയോ ഞാൻ എന്തായാലും വേറെ ചെയ്യാം. എന്തായാലും ഇവിടെ നിന്നുകൊണ്ട് ഈ പ്രൊജക്ഷൻ കാണാൻ ഭയങ്കര രസമായിരുന്നു. ക്രിസ്റ്റൽ ക്ലിയറും ബ്ലാക്കൊക്കെ നല്ല റിച്ച് ബ്ലാക്കായിട്ട് തോന്നിക്കുകയും ചെയ്യും. ഒരു രക്ഷയില്ലാത്ത സൗണ്ട് എഫക്റ്റും.
ഇവർ യൂസ് ചെയ്യുന്നത് ഡോൾബിയുടെ തന്നെ സോഫ്റ്റ്വെയറുമാണ്. പ്രൊജക്ഷൻ ക്വാളിറ്റിക്ക് വേറെ ലെവൽ. ലേസർ ആയതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ, അതും 4K. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. താങ്ക് യു സോ മച്ച് ടു ദ മാനേജ്മെൻറ്റ് ആൻഡ് ദി ഓണർ. ഒരു രക്ഷയില്ലാത്ത സപ്പോർട്ടായിരുന്നു. വീഡിയോ എടുക്കാനും എന്നെ മൊത്തം നടന്ന് കാണിക്കാനും അവർ കാണിച്ച ആ ഒരു സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇവിടെ വീൽ ചെയർ ആക്സസ് ഉണ്ട്. ഇവിടെ മറ്റൊരു സൗകര്യം എനിക്ക് തോന്നി, ഈ ഫ്രണ്ടിൽ തന്നെയുള്ള ഈ കാണുന്ന ഷോപ്പാണ് കേട്ടോ. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഫുഡ് ഐറ്റവും ഉണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഒരു ക്വാർട്ടർ ഷവായി കഴിച്ചു. അത് ഭയങ്കര ഗുണമായി, കാരണം ഞാൻ വിശന്ന് ഒരു വിധമായിട്ടിരിക്കണമായിരുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും പുലർച്ചെ. അതിൻ്റെ കാരണം ഞാൻ വീഡിയോയിൽ പറയാം. എന്തായാലും ഇവിടുത്തെ ഫുഡ് കിടുവായിരുന്നു. തൃപ്രയാറുള്ള VB സിനിമാസ് മൾട്ടിപ്ലെക്സ് ഞെട്ടിച്ച് കളഞ്ഞ എന്നെ. തൃശ്ശൂർ ജില്ലയിലുള്ള തിയേറ്റേഴ്സ് എൻ്റെ മക്കളെ വെറുതെ കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം. ട്രിവാൻഡ്രം ജില്ല കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊപ്പം പിടിച്ചിരിക്കാൻ പറ്റിയ ഒരു ജില്ല ഇപ്പോൾ ഉണ്ടെങ്കിൽ തൃശ്ശൂർ തന്നെ ആയിരിക്കും. പിന്നെ കോഴിക്കോടും. കൊച്ചി എത്തുന്നതേ ഉള്ളൂ. കൊച്ചിയിലുള്ള ഇപ്പോൾ ഉള്ള തിയേറ്റേഴ്സൊന്നും ഇവരുടെ ഈ ലെവലിൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ആകെ ഇപ്പോൾ സിനിപോളിസ് ഐമാക്സ് മാത്രമേ ഉള്ളൂ ഇവരോട് പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സംഭവം. പിന്നെ വനിതയിലുള്ള 4 സ്ക്രീനും. പക്ഷേ എന്നാലും നിങ്ങൾ ആലോചിക്കണം, വനിതയൊക്കെ പോലെ തന്നെ ഒരു സ്റ്റാൻഡ് അലോൺ മൾട്ടിപ്ലെക്സ് തിയേറ്ററാണ് ഈ VB സിനിമാസ്. തൃശ്ശൂരുകാർ നിങ്ങൾ എന്താണ് മക്കളെ, ഒരു രക്ഷയില്ലടേ. ഞെട്ടിച്ച് കളഞ്ഞെന്നാ. നമ്മുടെ മുംബൈയിലും ഡൽഹിയിലും ബാംഗ്ലൂരൊക്കെ ഉള്ള PXLും ഐമാക്സിലൊക്കെ ഉള്ള ടൈപ്പ് ലൗഞ്ചർ സീറ്റ്. കോയമ്പത്തൂർ ബ്രോഡ്വേ സിനിമാസിലാണ് ഞാൻ ഇതുപോലുള്ളൊരു ലൗഞ്ചർ സീറ്റ് നമ്മുടെ കേരളം തമിഴ്നാട് ഏരിയയിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. വേറെ ഒരിടത്തും എൻ്റെ അറിവിൽ ലൗഞ്ചർ സീറ്റില്ല കിടന്നുകൊണ്ട് സിനിമ കാണാൻ പറ്റുന്ന. ഇതിൻ്റെ ഓണറിനെ മീറ്റ് ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പുള്ളി മുംബൈയിലുള്ള ഡൽഹിയിലുള്ള PXL കണ്ടിട്ട് ഇതുപോലൊരു സീറ്റ് വേണമെന്ന് മനസ്സിൽ കണ്ടിട്ടാണ് അതേ കമ്പനിയെ തന്നെ അപ്രോച്ച് ചെയ്ത് സീറ്റ് ചെയ്യിപ്പിച്ചതെന്ന്. എന്തൊരു വിഷണറി മനുഷ്യനാണ്, ഒരു രക്ഷയില്ല. ഇവർ 4 ബ്രദേഴ്സ് എന്തോ ആണ്. VB എന്നുള്ളത് എന്തോ ഭാരതിയാർ അങ്ങനെയാണ്. എനിക്ക് കറക്റ്റ് പേര് എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ മറന്നുപോയി. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ക്ഷമിക്കണം. എനിക്ക് ആ പേര് എൻ്റെ മനസ്സിലെപ്പോഴും പേരുകൾ ഒരുപാട് ഇങ്ങനെ പെട്ടെന്ന് നിൽക്കില്ല. ഇനി ഞാൻ കമൻറ്റ് വന്നതിന് ശേഷം ഞാൻ മറക്കില്ല. ഇതിപ്പം ഞാൻ മറന്നുപോയി. എന്തോ ഭാരതിയാർ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ ഫുൾ ഫോം. ഞാൻ എവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ നോക്കിയിട്ട് കാണാനില്ല. അതുകൊണ്ടാണ് ഞാൻ തുറന്ന് പറയുന്നത്. ഞാൻ ആ പേര് മറന്നുപോയതുകൊണ്ട് ക്ഷമിക്കുക. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ തിയേറ്റേഴ്സ് നടത്തുന്ന മക്കൾക്കും വലിയൊരു കൈയടി. കാരണം ഒരു രക്ഷയിലൂടെ കിടിലെന്ന് പറഞ്ഞാൽ കിടിലം. പക്ഷേ എനിക്ക് ഒരൊറ്റ സങ്കടമുള്ളു. ഞാൻ ഈ തിയേറ്ററിൽ ചെന്നപ്പോൾ ഞാൻ കാണാൻ പോയ സിനിമ കങ്കുവ 3D കാണാൻ ആരും വന്നില്ല. ഞാൻ ആരും തെറ്റു പറയത്തൊന്നുമില്ല അതിൽ, കാരണം ആ സിനിമയുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് പക്ഷേ സങ്കടം വന്നുപോയി. കാരണം ഇത്രയും കിടിലൻ തിയേറ്ററൊക്കെ തുറന്നു വെച്ചിട്ട് തിയേറ്റർ ഓണേഴ്സിൻ്റെ ഒരു അവസ്ഥ, ഇതുപോലെയുള്ള സിനിമകളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ആളില്ലാതെ വരുമ്പോൾ എന്തൊരു കഷ്ടത്തോടെ ഭയങ്കര സങ്കടം തോന്നിപ്പോയി. ദിസ് തിയേറ്റർ ഡിസേർവ്സ് മോർ. അതുമാത്രമല്ല, എൻ്റെ മനസ്സിൽ ഞാൻ ഇതിൻ്റെ ഓണറിനോട് നേരിട്ട് പറഞ്ഞ കാര്യമുണ്ട്. നിങ്ങൾ കൊച്ചിയിലൊരു തിയേറ്റർ തുടങ്ങണം, ഒരു മൾട്ടിപ്ലെക്സ്. ഇതേ തിയേറ്റർ പറിച്ചെടുത്തുകൊണ്ട് വന്ന് നിങ്ങൾ കളമശ്ശേരിയിലോ കാക്കനാടോ ഒന്ന് വെച്ച് നോക്ക്. വേറെ ലെവലായിരിക്കും, അന്യ ഫുട്ഫോളായിരിക്കും, വേറെ ലെവൽ, ഇൻസ്റ്റൻറ്റ് ഹിറ്റായിരിക്കും. ഈ തിയേറ്റർ, ഈ സ്ക്രീൻ 1 പോലൊരു തിയേറ്റർ കൊണ്ടുവന്നിട്ട് നിങ്ങൾ കളമശ്ശേരിയിലെ ഏരിയയിലോ അല്ലെങ്കിൽ കാക്കനാട് ഏരിയയിലോ കൊണ്ടുവന്ന് ഇട്ട് നോക്കുക. കാക്കനാട് ഏരിയയിൽ ഒരു ഒറ്റ തിയേറ്റർ ഇല്ല, കളമശ്ശേരി ഏരിയയിലൊന്നും തിയേറ്റർ ഇല്ല. ആലുവയിൽ തിയേറ്റേഴ്സ് ഉണ്ട്, എടപ്പള്ളിയിലുണ്ട്, പക്ഷേ കളമശ്ശേരിയിലില്ല. ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, പുള്ളി എന്നോടൊരു കാര്യം പറഞ്ഞുള്ളൂ, ഞാൻ ഇത്ര കോടി രൂപ മുടക്കാൻ തയ്യാറാണ്, എന്ത് ഫോർമാറ്റിലെ തിയേറ്റർ വേണമെന്ന്. ഞാൻ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ 2 റിക്വസ്റ്റ് പറഞ്ഞു. പുള്ളി പറഞ്ഞു, സ്ഥലം തപ്പിത്താ, ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന്. എൻ്റെ കിളി പാറി അത് കേട്ടപ്പോൾ, കിളി പറഞ്ഞെൻ്റെ. ഞാൻ ചോദിച്ച ചോദ്യം അത്രയും വേറെ ലെവലിൽ PLFനെ പറ്റിയാണ് ഞാൻ ചോദിച്ചത്. ഇൻസ്റ്റൻ്റ്ലി പുള്ളിയുടെ ആൻസർ, ഞങ്ങൾ ചെയ്യാൻ റെഡിയാണെന്ന്. കൊച്ചിക്കാർക്ക് അങ്ങനെ ഒരു തിയേറ്റർ പണിത് തരാൻ ഞങ്ങൾക്ക് അത്ര ആഗ്രഹമുണ്ട്, ഞങ്ങൾക്കൊരു കൊച്ചിയിലൊരു തിയേറ്റർ തുടങ്ങാൻ അത്ര ആഗ്രഹമുണ്ടെന്ന്. ഇവിടെ കേട്ടതിൻ്റെ രോമം എഴുന്നേറ്റ് നിന്ന്. അതാണ് തൃശ്ശൂരുകാർ. ഒരു കാര്യത്തോട് ഇഷ്ടവും സ്നേഹം ഉണ്ടെങ്കിലല്ല, അതിന് പൈസ മുടക്കാൻ ഒരു മടിയും കാണിക്കാത്ത ബിസിനസ്സുകാരുള്ള നാടാണ്, കച്ചവടക്കാരുടെ നാട്. ഒരു രക്ഷയില്ല. അത് ഞാൻ എവിടെയും പറയും. തൃശ്ശൂരുകാരുടെ അടുത്ത് ഒരു ഐഡിയ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ ഇതിങ്ങനെയാണ് ഓക്കെ റെഡി എന്ന് പറയണത്. ഒരു രക്ഷയില്ല, അടിപൊളി
സമ്മതിച്ചു കൊടുത്തു. ഞാൻ ഞെട്ടിപ്പോയി ലിറ്ററലി. ഞാൻ അവിടെ അത് മുഖത്ത് കാണിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ മറ്റേ സീനാണ്. ഇങ്ങനെ ആയിപ്പോയി ഞാൻ. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ പുള്ളി അത് കാണുമ്പോൾ പുള്ളി ചിലപ്പോൾ ചിരിക്കുമായിരിക്കും. പക്ഷേ ഞാൻ അന്നവിടെ മറ്റേ ഇങ്ങനെ മനസ്സിൻ്റെ അകത്ത് ഞാൻ മറ്റേ എൻ്റെ ഈ സീനാണ് ഞാൻ മനസ്സിൻ്റെ അകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബ്രില്യൻ. കാരണം ഞാൻ ആ സ്ക്രീൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സിനിമയോട് ഇഷ്ടമുള്ള, തിയേറ്ററുകളോട് വളരെ താല്പര്യമുള്ള ഒരാൾ മാത്രമേ ഇങ്ങനൊരു തിയേറ്റർ സ്വന്തം നാട്ടിൽ വരണമെന്നുള്ള വാശിക്ക് പണിയൂ എന്നുള്ളത്. സ്വന്തം ബിൽഡിങ്, സ്വന്തം സ്ഥലം വാങ്ങി അവിടെ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. ഒരു തിയേറ്റർ കോംപ്ലക്സ് മാത്രം, വേറെ ഒന്നുമില്ല അവിടെ. അടിയിൽ ഫുഡ് കോർട്ട്, മുകളിൽ അതും അവരുടെ തന്നെ, മുകളിലത്തെ തിയേറ്റർ അവരുടെ തന്നെ, നടുവിൽ എന്തോ ഒരു റിലയൻസിൻ്റെ എന്തോ സ്റ്റോർ എന്തോ, അതിപ്പോൾ മാറി വേറെ എന്തോ വരികയാണ്. എന്താണ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു പാർക്കിംഗ് സ്പേസ് ഇടേ. തൃശ്ശൂർ പാർക്കിംഗ് സ്പേസ് കിട്ടുകയെന്ന് പറഞ്ഞാൽ മറ്റേ കപ്പിൾസിന് കോർണർ സീറ്റ് ഇട്ടാൽ എത്ര പാടാണ് നോർത്ത് ഇന്ത്യ, ആയ അവസ്ഥയാണ് ഇവിടെ. പാർക്കിംഗ് എന്ന് പറഞ്ഞ സാധനം തൃശ്ശൂർ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ സ്പെഷ്യലി തിയേറ്ററിൽ ഏറ്റവും അറിയപ്പെടുന്ന ഫേമസ് തിയേറ്ററായ രാഗത്തിൽ പാർക്കിംഗ് കിട്ടാനുള്ള പാട് ചോദിച്ചറിയാം. എനിക്കറിയാം എന്ത് പാടാണെന്നുള്ളത്. അപ്പോൾ അത് പറമ്പിൽ പോയി ഇടണം, അല്ലെങ്കിൽ ഭയങ്കര പാടാണ് പാർക്കിംഗ് കിട്ടാനൊക്കെ. ജോസ് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് അവരുടെ തിയേറ്റർ ഏകദേശം ഹാഫാക്കിയ അവസ്ഥയാണ്. പാർക്കിങ്ങിന് വേണ്ടി മാത്രം, പാർക്കിംഗ് കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് അവർ തിയേറ്റർ വെട്ടിച്ചെറുതാക്കേണ്ടി വന്നത്. അത് പാർക്കിംഗ് എന്ന് പറഞ്ഞ സാധനം, പാർക്കിംഗ് ഇഷ്യൂ ഇൻ തൃശ്ശൂർ തിയേറ്റേഴ്സ് ഇസ് വെരി ഹൈ. അങ്ങനെയുള്ള സ്ഥലത്ത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ തൃപ്രയാറാണെങ്കിൽ പോലും ഏകദേശം 20-25 കിലോമീറ്റർ തൃശ്ശൂരിൽ നിന്ന് ദൂരം ഉണ്ടെങ്കിൽ പോലും എൻ്റെ മോന് എന്തൊരു പാർക്കിംഗ് സ്പേസ് അല്ലേ. ഞെട്ടിപ്പോയി ഞാൻ കണ്ടിട്ട്, ഞെട്ടിപ്പോയി. ഇതുപോലെയുള്ള പാർക്കിംഗ് സ്പേസ് ഞാൻ കണ്ടത് മിറാജ് സിനിമാസ് കോയമ്പത്തൂർ പോയപ്പോഴാണ്. SRKയുടെ മിറാജ് സിനിമയുണ്ട്. SRK എന്ന് പറഞ്ഞാൽ ഷാറുഖ് ഖാനല്ല, അവിടെ ഒരു SRK മിറാജ് എന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ട്. അവിടെ പോയപ്പോൾ ഞാൻ സലാർ കണ്ടത് അവിടെയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ലിങ്ക് ചെയ്തൊക്കെ കണ്ടു നോക്ക്. അവിടുത്തെ പാർക്കിംഗ് സ്പേസ് ഇതുപോലെയായിരുന്നു. ഒരു മാരക വലിയ പാർക്കിംഗ് സ്പേസ്. അത് ഇതിൻ്റെ അപ്പുറമാണ്. എന്തായാലും എയർപോർട്ട് വരെയാണ് പാർക്കിംഗ് സ്പേസ് കൊടുത്ത് വെച്ചിരിക്കുന്നത്. അമ്മാതിരി സാധനം. അപ്പോൾ കേരളത്തിൽ ഇത്രയും പാർക്കിംഗ് സ്പേസ് ഞാൻ പിന്നെ കണ്ടേക്കണത് രേവതിയിൽ മാത്രമേ ഉള്ളൂ. ഞാൻ വേറൊരു തിയേറ്ററിൽ ഇത്രയും പാർക്കിംഗ് സ്പേസ് കണ്ടിട്ടില്ല. അത്രയും പാർക്കിംഗ് സ്പേസ് ഉണ്ട്, എല്ലാം ഉണ്ട്. കിഡിലൻ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. ഫ്രണ്ടിൽ തന്നെ നല്ലൊരു ടീ എന്തോ ടൈം അങ്ങനെ എന്തോ ആണ് കടയുടെ പേര്. ഇവിടെ എല്ലാം ഉണ്ട്. ഷവായി ഉണ്ട്, നമ്മുടെ അൽഫാം ഉണ്ട്. എല്ലാ പരിപാടികളും വൈകുന്നേരം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്നാക്സ്, ചായ, കടികൾ, മറ്റേ കുറച്ചൊക്കെ കിടുകട എല്ലാം. ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കഴിച്ചും കുടിച്ചും നോക്കി. അടിപൊളി സാധനങ്ങൾ. ഷവായ കഴിച്ചു നോക്കി വൈകുന്നേരം, രാവിലെ ഞാൻ ചായം കഴിച്ചു നോക്കി, ലൈമും ഒക്കെ കഴിച്ചു നോക്കി. കിടു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വൈഫ് അനുപയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് സിയയുടെ അനിയത്തി സാൻഡയുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പോയത്. കല്യാണം കൂടിയതിന് ശേഷം തിരിച്ച് ഞാൻ വണ്ടി ഓടിച്ച് തൃപ്രയാർ VB സിനിമാസിൽ വന്ന് ഇറങ്ങിയാണ് ചെയ്തത്. എന്നിട്ട് അനുപ അച്ഛനും അമ്മയും കൂടി പോയി. അവർക്ക് വേറെ കുറച്ച് തിരക്കുകളുണ്ടായതുകൊണ്ട് അവർക്ക് കയറാൻ പറ്റിയില്ല എൻ്റെ കൂടെ. അവർ പോവുകയാണ് ചെയ്തത്. ഞാൻ ശരിക്കും ഈ തിയേറ്ററിൽ വരാനല്ല ഇരുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നത് രാഗം തിയേറ്ററിൻ്റെ വീഡിയോ എടുക്കണമെന്നുള്ളതായിരുന്നു. അന്ന് എന്തോ പണ്ടാരം കാരണത്താൽ എനിക്ക് രാഗത്ത് എന്തൊക്കെ ചെയ്തിട്ടും ഫോൺ വിളിച്ചിട്ട് കിട്ടണില്ല. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല. ഷോ ബുക്ക് മൈ ഷോയിൽ കാണിക്കുന്നില്ല. എന്താണെന്നറിയില്ല. അന്ന് എന്തോ ഷോ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബുക്ക് മൈ ഷോയിൽ നോക്കിയിട്ട് കാണാനില്ല, ഒരു പിടുത്തമില്ല. ടിക്കറ്റ് ന്യൂ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് രാഗത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങാനും ഷോ ഇല്ലെങ്കിൽ ഞാൻ പെട്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അവസാനം വേറെ ഏത് തിയേറ്ററിൽ പോകുന്ന ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് തൃപ്രയാർ VB സിനിമാസിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അതിൻ്റെ കാരണം നമ്മുടെ തന്നെ ഒരു സബ്സ്ക്രൈബറും കൂട്ടുകാരനായ ലാബിയാണ്. ലാബി എൻ്റെ അടുത്ത് സ്ഥിരം പറയും VB സിനിമാസ് ഒന്ന് പോയി സന്ദർശിക്കണം, അതുപോലെ പാലക്കാട് ലാഡർ സിനിമാസ് ഒന്ന് പോകണമെന്ന് എന്നോട് എപ്പോഴും പറയും. അപ്പം ഞാൻ പണ്ടേ കുറിച്ചിട്ടതാണ്. കൊടുങ്ങല്ലൂരുള്ള ലക്ഷ്മി സിനിമാസ്, തൃപ്രയാറുള്ള VB സിനിമാസ്, പാലക്കാടുള്ള ഒറ്റപ്പാലം ഒന്നുമുണ്ട് ലാഡർ സിനിമാസ്, ഇത് പോകണമെന്നുള്ളത്. അപ്പോൾ ഇതെൻ്റെ ബക്കറ്റ് ലിസ്റ്റ് ഇങ്ങനെ കിടക്കണമുണ്ട്. ഞാൻ VB സിനിമാസിലേക്ക് വണ്ടി ഓടിച്ച് നേരെ ചെന്ന് ഇറങ്ങാനുണ്ടായത്. എൻ്റെ വീട്ടുകാരെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോന്നു, കൊച്ചിയിലേക്ക്. അങ്ങനെയാണ് ഞാനിവിടെ സിനിമ കാണാൻ കയറുന്നത്. എൻ്റെ ബെസ്റ്റ് ഡിസിഷനായിരുന്നു. കാണാൻ പോയ പടത്തെപ്പറ്റി പോലും ഞാൻ ആലോചിച്ചിട്ടില്ല. ഞാൻ ഇത്ര ആലോചിച്ചില്ല. കങ്കുവ എനിക്ക് ആ തിയേറ്ററിലെ 3D സൗണ്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മതി. കങ്കുവയുടെ സൗണ്ടിനെ പറ്റി അറിയാമല്ലോ, അത് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. വനിതയിലാണ് ഞാൻ ഓൾറെഡി കങ്കുവ കണ്ടത്, പക്ഷേ ഞാൻ 2D ആണ് കണ്ടത്. അപ്പോൾ 3D ഇവിടെ കണ്ടു നോക്കാമെന്നുള്ള മൈൻഡിൽ തന്നെ ഇങ്ങനെ ഇരിക്കണമായിരുന്നു. ഞാൻ രാഗത്തിൽ കാണണമെന്ന് വിചാരിച്ചു, പക്ഷേ നടന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇവിടെ 3D ഇവിടെ കാണാം എന്നുള്ള മൈൻഡിലാണ്. അപ്പോൾ 3D കാണാൻ വേണ്ടി ഞാൻ റിസ്ക് എടുത്തിട്ട് ഈ പടത്തിന് ചെന്നത്. പക്ഷേ എന്ത് കാര്യം ഇരിക്കണം,
10 പേര് പോലും തികച്ചില്ലാഞ്ഞുകൊണ്ട് ഷോ നടന്നില്ല. പക്ഷേ അവിടെയാണ് എനിക്ക് മാനേജ്മെൻറ്റ് ഇഷ്ടപ്പെട്ട ഒരു കാര്യം. ഞാൻ ഒറ്റ റിക്വസ്റ്റേ ചെയ്തോളൂ, ഞാനിങ്ങനെ കൊച്ചിയിൽ നിന്ന് ഇത്ര ദൂരം വന്നതാണ്, നിങ്ങളുടെ സ്ക്രീൻ വന്ന് ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, സ്ക്രീൻ വന്ന് പറഞ്ഞപ്പോൾ അവർ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുമോ, ഇപ്പം ഓണർ വരും എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ പോർഷെ ഏതൊരു വേറെ ലെവൽ കാറിലൊരു മച്ചാൻ വരും, ചുള്ളൻ. അപ്പോൾ ഓണർമാരിൽ ഇളയ ഓണർ എന്തോ ആണ്, അവർ 4 പേരിൽ മൂന്നാമത് ബ്രദർ. പുള്ളിയൊരു വൈബ് മനുഷ്യൻ, കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കട്ട വൈബാണെന്ന് ആൾ. വന്നു, പുള്ളിയുടെ ഏതോ ഫ്രണ്ട്സ് ആരോടൊക്കെ വന്ന് പുള്ളി കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചില്ല, കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ വിളിച്ചു, എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു പുള്ളി ഓക്കെ സെറ്റാണ്. അപ്പോൾ പുള്ളിയാണ് കുറച്ച് തിരക്കായി. പുള്ളി എന്നോട് പറഞ്ഞു ഒന്ന് ക്ഷമിക്കണം, ഇപ്പം തന്നെ സ്റ്റാഫിനെ വിട്ടേക്കാം, എല്ലാവരും കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇടി അടിപൊളി. അങ്ങനെയാണ് ഇവിടെ മാനേജ്മെൻറ്റ്. ചില തിയേറ്ററിലൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെല്ലുമ്പോഴേക്കും ഉണ്ടല്ലോ മറ്റേ എന്തിനാ എടുക്കണം മറ്റേ മറിച്ച് റൂഡായിട്ടാണ് പെരുമാറുന്നത്. ഇവരങ്ങനെയല്ല, ഒരു രക്ഷയില്ല. ഇവർക്ക് ബോധ്യം, ഒരു എന്താ പറയുക, ഇവർക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, ഇവർക്ക് നല്ല ഒരു ബോധമുണ്ട്, എങ്ങനെ കസ്റ്റമറിനോട് പെരുമാറണം, എങ്ങനെ ആളുകളോട് സംസാരിക്കണം എന്നുള്ള ബോധവും ഒക്കെ ഉള്ളവരാണ്. അവിടുത്തെ ഓരോ സ്റ്റാഫിൻ്റെ ബിഹേവിയർ കണ്ടപ്പോഴും എനിക്കത് മനസ്സിലായി. എല്ലാവരും എവരിബഡി കിടുമായിരുന്നു, അടിപൊളി സ്റ്റാഫ് വരുന്നു, എല്ലാവരും ഭയങ്കര ജോളി മൂടായിരുന്നു. ഞാൻ ക്യാമറ വീഡിയോ എടുക്കണേ മുന്നേ തന്നെ അവർ സംസാരിച്ച രീതിയൊക്കെ, ഷോ ക്യാൻസൽ ചെയ്യണതിനെ പറ്റിയൊക്കെ അവരത് പറഞ്ഞ് മനസ്സിലാക്കി തന്നതുമൊക്കെ വളരെ 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 അടിപൊളിയായിരുന്നു. അവർ വന്ന് കാര്യം പറഞ്ഞു, ഒരു രക്ഷയില്ല, ഞങ്ങൾ നടത്തിയ നഷ്ടമായിരിക്കും, കാരണം അത്രയും ആൾ കുറവായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും എന്നുള്ളത് പറഞ്ഞപ്പോൾ തന്നെ അത് പറയുന്നൊരു രീതി ഉണ്ടല്ലോ, ആ രീതിയൊക്കെ അടിപൊളിയായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുത്തോട്ടെ എന്നുള്ള പെർമിഷൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു വെക്കുക. അതിന് മുന്നേ അവർ ഞാൻ വീഡിയോ എടുക്കുന്നൊന്നും കണ്ടിട്ടുമില്ല. ഞാനൊരു വ്ളോഗറാണെന്ന് അറിയുന്നതിന് മുന്നേ തന്നെയുള്ള പെരുമാറ്റം പോലും അവരുടെ അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. അത് ഞാനിവിടെ എടുത്ത് പറയുകയാണ്, കിടിലം പെരുമാറ്റമായിരുന്നു. ഈവൻ ഓണറാണെങ്കിൽ പോലും അടിപൊളിയും കിടിലം മനുഷ്യൻ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ആ ഫോട്ടോയിൽ കണ്ട ഓണർ പുള്ളി വരുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി. അയ്യോ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് പേര് മറവി, എസ്പെഷ്യലി ആഫ്റ്റർ കൊറോണ ഭയങ്കര സീനാണ്. മറവി ഭയങ്കര പ്രശ്നമാണ്. പേരുകളുണ്ട്, ചില കാര്യങ്ങൾ മറന്നു പോകും. എക്സ്പീരിയൻസ് ചെയ്ത കാര്യം അങ്ങനത്തെ സംഭവമൊന്നും മനസ്സില്ല, പേരുകൾ മറന്നു പോകും. വളരെ അറിയുന്ന പേരായിരിക്കും, ചിലപ്പോൾ അത്ര ഇടപഴകിയിട്ടുള്ള ആൾക്കാർ അങ്ങനെ പെട്ടെന്ന് പേര് കിട്ടും. ഡേറ്റ്സ് ചിലത്, അതായത് ഈ ബർത്ത് ഡേറ്റ്സ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പം മറന്നു. പണ്ട് ഞാൻ അങ്ങനെയല്ലായിരുന്നു, നല്ലപോലെ അതൊക്കെ ഓർക്കുമായിരുന്നു. ആഫ്റ്റർ കൊറോണ ചെറിയ ഇങ്ങനത്തെ കുറേ മറവി, ഒരു വല്ലാത്ത മറവി ഇഷ്യൂ ഉണ്ട്. എന്തായാലും പക്ഷേ ഞാൻ പറയുകയാണ്, ദിസ് ഇസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് തിയേറ്റേഴ്സ് ഹാവ് വിസിറ്റഡ് ഇൻ കേരള. അത് ഞാൻ പറയും. എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ അവിടെയല്ല, തൃപ്രയാറുള്ളവർക്ക് ഭയങ്കര അടിപൊളി തിയേറ്ററാണ്. അവർ എന്താ പറയുക, അവർക്ക് പൊന്മുട്ടയിടുന്ന ഒരു താറാവിനെ കിട്ടിയ അവസ്ഥയാണ്. പക്ഷേ ഈ തിയേറ്റർ കൊച്ചിയിലായിരുന്നെങ്കിൽ മോനെ പൊളിച്ച് തകർത്താനെ. ഞാൻ അങ്ങനെ പറയാൻ കാരണം വേറെ ഒന്നും വെച്ചിട്ടില്ല. ഞാനിങ്ങനെ ഓരോ തവണയും ഇപ്പോൾ ഏരീസ് ട്രിവാൻഡ്രത്തിന് വരെ ഇവിടെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ പറയണത് സ്നേഹം കൊണ്ടിട്ടാണ്. അത്ര അധികം ആൾക്കാർ കൂടുതൽ പേര് കയറണം സിനിമ കാണണം എന്നുള്ള അങ്ങനത്തെ ഒരു തോട്ടിൽ ഞാൻ പറയണത്. എന്തായാലും നിങ്ങൾ തൃശ്ശൂരുള്ളവർക്ക് എന്തോരം കിടിലൻ തിയേറ്റേഴ്സാണ്. ദേവാ സിനിമാസ്, അങ്ങനെ പറയാൻ പോയി എന്തോരം തിയേറ്റേഴ്സാണ്. ദേവാ സിനിമാസ് ഇവരായിട്ട് എന്തോ കണക്ഷൻ ഉണ്ട്, ഇവരെന്തോ ബ്രദേഴ്സാ അങ്ങനെ എന്തോ സെറ്റപ്പ്, അല്ലെങ്കിൽ വിൽക്കി അങ്ങനെ എന്തോ സംഭവം. എൻ്റെ അടുത്ത് ഓണർ സംസാരിച്ചപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കഴിഞ്ഞ മാസമാണ്, അതുകൊണ്ട് തന്നെ കുറേ സമയം കഴിഞ്ഞ് പോയതുകൊണ്ട് ചില കാര്യങ്ങൾ വിട്ടുപോയെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് പേരൊക്കെ മറന്നുപോയത്. ഞാൻ അന്ന് തന്നെ വന്നിരുന്ന് വീഡിയോ ചെയ്തിരുന്നെങ്കിൽ പേരുകളൊക്കെ തീർച്ചയായിട്ടും ഓർത്തിരുന്നേനെ. ഞാൻ വീണ്ടും ക്ഷമ ചോദിക്കുന്നതാണ് ആ കാര്യത്തിൽ. കാരണം എല്ലാ ദിവസവും എനിക്ക് വീഡിയോസ് ഉള്ളതുകൊണ്ടും കുറച്ചധികം തിരക്കുകളും ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് കേസുകൾ വന്നുകൊണ്ടാണ് വീഡിയോ വളരെയധികം വൈകിയത്. ഇപ്പോൾ ഇന്ന് തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അനുപ ഒരാഴ്ചയായിട്ട് EMC ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു. അപ്പോൾ ഇന്നാണ് ഡിസ്ചാർജ് ആയത്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറേ സമയം വൈകിപ്പോയതിൻ്റെയും അങ്ങനെ കുറച്ച് തിരക്കുകളും കുറച്ച് പേഴ്സണൽ സംഭവത്തിൽ പെട്ടുപോയതുകൊണ്ടാണ് ഈ മറവിയും കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ വന്നു പോയത്. എന്തായാലും ഞാൻ ക്ഷമ ചോദിക്കുന്നു, സോറി. കാരണം ഇവരുടെ പേരെനിക്ക് ഓർത്തിരിക്കാൻ പറ്റാത്തതിൽ എനിക്ക് ഖേദമുണ്ട്. എന്തായാലും ഞാൻ ഡിസ്കസ് ചെയ്യേണ്ടതും പറയേണ്ടതും കാര്യം തിയേറ്ററെ പറ്റിയാണല്ലോ, അതുകൊണ്ട് ആ കാര്യം എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയണതാണ്, സ്ക്രീൻ 1 നിങ്ങൾ ഒരു തിയേറ്റർ ലവറാണെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. എസ്പെഷ്യലി ആ ലൗഞ്ചർ സീറ്റൊക്കെ കിടിലൻ. ഇതൊക്കെ നമ്മുടെ കൊച്ചിയിലും ട്രിവാൻഡ്രത്തും കോഴിക്കോടൊക്കെ വരണോടെ. സ്പീക്കിംഗ് ഓഫ് കോഴിക്കോട് ഇപ്പോൾ നല്ല നല്ല തിയേറ്റേഴ്സ് ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ തിരൂർ ഖാം തിയേറ്റർ റീഓപ്പൺ ചെയ്തിട്ടുണ്ട്, വേറെ ലെവൽ കിങ് സൈസ്. അപ്സര തിയേറ്റർ ഒരു ആവിഞ്ഞ് പരിപോയിട്ടിരുന്ന തിയേറ്ററാണ്. ഇപ്പം നമ്മുടെ മാജിക് ഫ്രെയിംസ് ലെസ്റ്റിൻ സ്റ്റീഫൻ അത് ഏറ്റെടുത്തിട്ട് വേറെ ലെവലാക്കിയിട്ടുണ്ട്. 4K ഫുൾ അറ്റ്മോസൊക്കെ ആക്കിയിട്ടുണ്ട്, 4K ലേസർ വിത്ത് ഫുൾ അറ്റ്മോസൊക്കെ. അവിടെ ഒന്ന് എന്തായാലും
കോഴിക്കോട് ആ റോഡൊന്ന് നന്നായിട്ട് വേണം. കോഴിക്കോടും കണ്ണൂറും മലപ്പുറവും ഒക്കെ വന്ന് തലശ്ശേരിക്ക് ഒന്ന് ആർമാദിക്കാൻ ആ റോഡ് നന്നാൻ വേണ്ടി നോക്കിയിരിക്കണേ ഞാൻ. എന്നിട്ട് വേണം എനിക്ക് ഇവിടെയൊക്കെ വരുമ്പോൾ കാറായിട്ട് വരണം, എന്നാലേ ഒരു എൻജോയ്മെൻ്റ് ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ വന്ദേ ഭാരത് കയറി വരണം. ഞാൻ നോക്കട്ടെ, ക്ഷമയില്ലെങ്കിൽ എന്തായാലും ഞാൻ വന്ദേ ഭാരത് കയറിയാണെങ്കിൽ ഞാൻ കണ്ണൂരോ തലശ്ശേരിയോ കോഴിക്കോടൊക്കെ വരും. കാരണം എനിക്ക് അവിടത്തേക്ക് തിയേറ്റേഴ്സിലും പോകണം, ഭക്ഷണം കഴിക്കണം. എത്ര നാളായിട്ട് കണ്ണൂരൊക്കെ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. എനിക്ക് അത്ര ഇഷ്ടമുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഓൺടൈൻസ് റോഡിൽ ഒതേൻസ്, നാച്ചി, കല്ലുമക്കായ, ഇതിലൂടെ ഭയങ്കര മിസ് ചെയ്യണം. എനിക്ക് കണ്ണൂർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ്. കോഴിക്കോട് നീ അടുത്ത് പോയി കഴിച്ചായിരുന്നല്ലോ, പക്ഷേ കണ്ണൂർ തലശ്ശേരി ഫുഡ് എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. അത് എസ്പെഷ്യലി എൻ്റെ കുറച്ച് കൂട്ടുകാരുടെ വീട്ടിൽ ചെന്ന് കഴിക്കണ ഫുഡുണ്ട്. ആ മറ്റേ ഈ പുയ്യാപ്പിള സൽക്കാരം അല്ലെങ്കിൽ എന്താ പറയുക കല്യാണത്തലേന്നും കല്യാണത്തിനൊക്കെ കിട്ടുന്ന ഫുഡും ബിരിയാണിയൊക്കെ ഉണ്ട്. എൻ്റെ മോനെ അതിൻ്റെ അത്ര ടേസ്റ്റ് ഒന്നും കടയിലൊന്നും ഇല്ല കേട്ടോ അവിടെ. അതിപ്പോൾ കോഴിക്കോടാണ് ശരി, വീട്ടിൽ കിട്ടുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് ഒന്നും ഒരിക്കലും കടയിലുണ്ടാവത്തില്ല. അത് സ്പെഷ്യലി കല്യാണത്തിനുള്ള ഫുഡ്. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. എന്തായാലും കമ്മിങ് ബാക്ക് ടു ദ തിയേറ്റർ, ആ പ്രൊജക്ഷൻ റൂം എന്നെ കാണിക്കാൻ അവർ കാണിച്ച മനസ്സ് അത് ഞാൻ സമ്മതിച്ചേ പറ്റുള്ളൂ. എന്തോരം തിയേറ്ററിൽ ഞാൻ പ്രൊജക്ഷൻ റൂം ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നാണ്. എല്ലാവരും മടിയാണ്. ഒന്ന് കയറട്ടെ എന്ന് ചോദിച്ചാൽ പോലും സമ്മതിക്കില്ല. ഫോട്ടോ എടുക്കണത് വീഡിയോ എടുക്കണത് പോട്ടെ. ഇവിടെ എന്നോട് ആർമാദിച്ചോ കയറിക്കോ ആഹ്ലാദിപ്പിൻ ആ സീനായിരുന്നു. ഞാൻ മറ്റേ എനിക്ക് വട്ടായതാണോ നാട്ടുകാർക്ക് പിന്നായതാണോ ആ സീനായിപ്പോയി. പക്ഷേ എന്ത് രസമായിരുന്നു അറിയാം. ആ ഓരോ കാര്യങ്ങളും അവിടുത്തെ ഒരു പ്രൊഫഷനിസ്റ്റ് ചേട്ടനുണ്ടായിരുന്നു. പുള്ളി മലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കണായിരുന്നു ചേട്ടൻ. എനിക്ക് എല്ലാ കാര്യങ്ങളും ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ചേട്ടൻ ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. എന്നെ ലിറ്ററലി അവരുടെ സിസ്റ്റമൊക്കെ കാണിച്ചു തന്നു. മൊത്തം എല്ലാ സാധനങ്ങളും വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. അത് ഭയങ്കര നല്ല രസമായിരുന്നു. എൻ്റെ കിളി മാറിയത് ആ ഡാക്ക് കണ്ടപ്പോൾ, ഡോൾബി അറ്റ്മോസിൻ്റെ ഡാക്ക് കണ്ടപ്പോൾ. പൊതുവേ എല്ലായിടത്തും 32 ചാനൽ അല്ലെങ്കിൽ 16 ചാനലിൽ ഒരു ഡാക്കൊക്കെ ആയിരിക്കും ഉണ്ടാവണം. പൊതുവേ ഒരു 32 ചാനലിലെ ഡാക്കിൽ 16 അങ്ങനെയൊക്കെ വരികയാണ് ചെയ്യുന്നത്. ഇത് 64 ചാനലിലെ ഡാക്കാണ് അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനകത്തേക്കാണ് സ്പീക്കർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫുൾ അറ്റ്മോസ് ആക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 52 ചാനലിൽ എന്തോ ആണ് പോകുന്നത്. എനിക്ക് കറക്റ്റ് ചാനൽ എനിക്കറിയില്ല. 48ൻ്റെ മുകളിലുള്ള എന്താണോ ചാനൽ ആ ചാനലിലെ പോണത്. 64നും 48ൻ്റെ ഇടയിലുള്ളത്. അയ്യോ ഒരു രക്ഷയിലായിരുന്നു. അത് വെറുതെ കിടിലുണ്ട്. എന്ത് സൗണ്ടായിരുന്നു, ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ. ഏരീസ് ഓടി വണ്ണ്, രേവതി, പിന്നെ ഇത് പറയേണ്ടി വരും, പിന്നെ തൃശ്ശൂർ ജോസ്. എന്ത് സൗണ്ടായിരുന്നു ഈ സ്ഥലങ്ങളൊക്കെ. അയ്യോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. എൻ്റെ പൊന്നെ, അവിടെയൊക്കെ പോയുള്ളവർക്ക് അറിയാൻ പറ്റും. ഞാൻ ഈ പറയുന്ന പേരുകൾ അറിയാവുന്നവർക്ക് അറിയാം. ഇനി എനിക്ക് 2 ബക്കറ്റ് ലിസ്റ്റും കൂടി ഉണ്ട്. 2 ആക്ച്വലി 3 ഉണ്ട്. എനിക്ക് ലാഡർ സിനിമാസിൽ എന്തായാലും ഒന്ന് പോകണം. പിന്നെ നമ്മുടെ രാഗത്തിൽ ഓബ്വിയസ്ലി പോകണം. കുറേ നാളായി. പക്ഷേ രാഗയുടെ എൻ്റെ അഭിപ്രായത്തിൽ ലേസറാക്കേണ്ട ടൈം അതിക്രമിച്ചു. അവരൊന്ന് ലേസറാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ എന്തോ അറ്റകുറ്റ പണികളൊക്കെ നടക്കുന്നുണ്ട് പുറത്തൊക്കെ. ഞാൻ ഇന്നുകൂടി ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുള്ളൂ അവരെന്തോ റിനോവേഷൻ വർക്ക്സ് ഗോയിങ് ഓൺ എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ പൊന്നണ്ണന്മാരെ, എൻ്റെ ജോർജേട്ടാ, ഇപ്പോൾ ജോർജേട്ടനല്ലെന്ന് പറഞ്ഞു, ഇപ്പോൾ വേറെ ആരുമാണ് അവിടെ നടത്തുന്നത്. എനിക്ക് പുതിയ ഓണറിൻ്റെ നമ്പറൊക്കെ എനിക്കൊരു ചേട്ടൻ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരെയും വിളിച്ചിട്ട് ഫോൺ കിട്ടിയില്ല. അപ്പോൾ എന്തായാലും രാഗം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് 4K ലേസറാക്കിയ പൊളിച്ച്. അപ്പോൾ രാഗത്തിൽ പോകണം. ദേവാ സിനിമാസിൽ എനിക്കിത് പോകണമെന്നുണ്ട്. ലക്ഷ്മിയിൽ എനിക്ക് പോകണമെന്നുണ്ട്. പിന്നെ അപ്സര കോഴിക്കോട് എനിക്കൊന്ന് വരണം. ഖയാൻ പോകാൻ പറ്റുകയാണെങ്കിൽ ഖയാൻ പോകണം. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കേരളം എമ്പാടുള്ള കിടിലൻ തിയേറ്റേഴ്സൊക്കെ ഒന്ന് ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിനൊത്തുള്ള വരുമാനം കിട്ടിക്കുമ്പോൾ നമ്മൾ പോകട്ടെ എന്തായാലും. അപ്പോൾ എന്തായാലും ഇതൊരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി തിയേറ്റർ, അടിപൊളി. സ്പെഷ്യലി സ്ക്രീൻ 1 2 കിടുവാണ്. 4K അറ്റ്മോസ് തന്നെയാണ്. പക്ഷേ സ്ക്രീൻ 1 ഈ സ്ഥാനം, അത് ഞാൻ ചെല്ലുമ്പോഴേക്കും അവർ മറ്റേ ലൈറ്റ് ഓൺ ആക്കിയിട്ടില്ല. അത് ഇവിടെ ഒരു ലൈറ്റ് കൂടി ഉണ്ട്, ബ്ലൂ ലൈറ്റ്. അത് പിന്നീടാണ് ഓൺ ആക്കിയത്. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടു. ഞാൻ ഇവരൊക്കെ ആയിട്ട് സംസാരിച്ചേക്കാൻ കുറേ ഡിസ്കഷൻ, നമ്മളിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തർ സംസാരിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് മുഴുകി പോകില്ലേ, അങ്ങനെ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അയ്യോ അത് അടിപൊളി. നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് VB സിനിമാസ് തൃപ്രയാർ എന്ന് പറഞ്ഞാൽ അടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു രക്ഷയില്ലാത്ത രസമായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. സീറ്റിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ലൗഞ്ചർ സീറ്റ്സ് ആയിരുന്നു ബെസ്റ്റ്. റിക്ലൈനറും അടിപൊളി തന്നെയാണ്. പക്ഷേ ഈ സാധാരണ സീറ്റിൽ പോലും എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഹെഡ് റെസ്റ്റാണ്. ഒരു പൊടിക്ക് സ്റ്റിഫായിട്ടുള്ളൊരു സീറ്റാണ്. പക്ഷെ അന്ന് ഭയങ്കര സ്റ്റിഫും അല്ല, ഒരു ബ്രീത്തബിൾ ആയിട്ടുള്ള. ഇവിടെ എനിക്കൊന്ന് മെമ്മറി ഫോം എന്തോ ആണ് ഈ ഭാഗത്തിരിക്കുന്നത്. അതുപോലെ ഈ എന്താ പറയുക അടിയിലത്തെ പോർഷനൊക്കെ മറ്റേ പുഷ് ബാക്ക് ടൈപ്പ് സീറ്റാണ് മറ്റേ സിനി പോളിസിലുള്ള പോലെ. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ സാധനം ഉണ്ടല്ലോ, ആ ഹെഡ് റെസ്റ്റ് അത് കിടുമായിരുന്നു കേട്ടോ. അത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇരുന്ന് നോക്കി. എന്നെ പേഴ്സണലി അവിടുത്തെ ഒരു മച്ചാനുണ്ടായിരുന്നു, മച്ചാൻ്റെ പേരും അമ്മ വീണ്ടും മറന്നു. മച്ചാനെ സോറി, എന്നെ അന്ന്
മൊത്തം നടത്തി കാണിച്ചെന്ന മച്ചാനാണ്. മച്ചാൻ എന്നെ നടത്തി കൊണ്ടുപോയി സെൻട്രൽ സീറ്റിൽ ഇരുത്തി ലക്കി ഭാസ്കർ കുറച്ച് നേരം എന്നോട് എത്രയാണെന്ന് വേണമെങ്കിൽ ഇരുന്ന് കാണും, സിനിമ മൊത്തം കണ്ടിട്ട് പോകാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് വീടെത്താനുള്ളതുകൊണ്ട് ഞാൻ മൊത്തം കണ്ടില്ല എന്നേ ഉള്ളൂ. കാരണം ഞാൻ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് 3 സ്ക്രീനിലും ഓരോരോ സിനിമകൾ വീതം ഇച്ചിരി ഇരുന്ന് കണ്ടിട്ടാണ് ഞാൻ ഇതിൻ്റെ അഭിപ്രായം പറയുന്നത് ഇപ്പോൾ. അപ്പോൾ അതിനൊക്കെ അവർ അലോ ചെയ്തു. എന്നെ അങ്ങനെ അത്ര അടിപൊളിയായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പ്രൊഫഷനിസ്റ്റിനെ കൊണ്ടുപോയി കാണിച്ചു. പേഴ്സണലി പുള്ളി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അടിപൊളിയുടെ ദ ഹോൾ ടോട്ടൽ എക്സ്പീരിയൻസ്, അവിടുത്തെ മാനേജ്മെൻ്റ് ആയിക്കോട്ടെ, സ്റ്റാഫ് ആയിക്കോട്ടെ, തിയേറ്റർ ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും കിടിലം. ഒന്നും പറയാനില്ല, കിടിലം, ഒരു രക്ഷയില്ല. ഞാനൊരു നോബഡിയാണ്, പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർ എന്നെ ട്രീറ്റ് ചെയ്ത വിധം എല്ലാം കൊണ്ടും ടോപ്പ് നോച്ച്. ഇതായിരിക്കണം ഒരു പ്രീമിയം എക്സ്പീരിയൻസ് എന്ന് പറയണത്. അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഈ ലെവലിൽ പ്രീമിയം എക്സ്പീരിയൻസ് കൊടുക്കുന്നതിന് അറ്റ്ലീസ്റ്റ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, എനിക്ക് അല്ലാതെ അറിയില്ല, എൻ്റെ എക്സ്പീരിയൻസ് കിടുമായിരുന്നു. പിന്നെ അവർ ചെയ്യുന്ന വേറൊരു കാര്യം, ചില സിനിമകൾ ഒരാഴ്ചക്ക് ഓടിക്കഴിയുമ്പോൾ അടുത്ത ആഴ്ച അവർ 100 രൂപക്ക് ടിക്കറ്റ് പ്രൈസ് കൊടുക്കും. ഇപ്പോൾ ഉള്ള ടിക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അടിയിലത്തെ കുറച്ച് റോസ് 129 രൂപ, 130 രൂപ, പിന്നെ 160 രൂപ, 170, മുകളിലത്തെ റിക്ലൈനേഴ്സ് 300, ഫ്രണ്ടിലത്തെ ലൗഞ്ചർ സീറ്റ് 200. 200 ലൗഞ്ചർ സീറ്റ് എൻ്റെ അറിവിൽ ഒരിടത്തും കിട്ടൂല. ആകെ ഞാൻ കണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ചുറ്റളവിലുള്ളതിൽ കോയമ്പത്തൂർ ബ്രോഡ്വേ സിനിമാസിൽ, അവിടെ ഐമാക്സിലാണ്. ഐമാക്സ് ടിക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 350 രൂപ തൊട്ട് മുകളിൽ ഏകദേശം ഒരു 500 ആ റേഞ്ച് വരെ വരും. ഡിപ്പെൻഡിങ് ഓൺ 3D 2D, പിന്നെ സിനിമയുടെ ടാക്സൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാം മാറും. പക്ഷേ ഇവിടെ ലൗഞ്ചർ സീറ്റ് ഒരിക്കലും ഈ പൈസ കിട്ടില്ല. ഒരിടത്ത് ഞാൻ 200 കണ്ടിട്ടില്ല. PVRൽ ഓഫർ വരുമ്പോൾ എവിടെ നമ്മുടെ ഡൽഹി മുംബൈയിലൊക്കെയാണ് 199 ലൗഞ്ചർ സീറ്റ് കണ്ടിട്ടുള്ളത്. അത് ഓഫർ വരുമ്പോൾ ഇത് ബൈ ഡിഫോൾട്ട് 200 റുപ്പീസ്. എനിക്കൊന്ന് കുറച്ച് നാൾ മുന്നേ വരെ 170-80 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവർക്ക് ഒബ്വിയസ്ലി എല്ലാത്തിൻ്റെയും പൈസ കൂടിയപ്പോഴേക്കും കൂട്ടേണ്ടി വന്നതാണ് 20 രൂപ. മൈൻഡ് ബ്ലോയിങ്, കിടിലൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ തിയേറ്റർ. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഞാൻ വിസിറ്റ് ചെയ്ത കേരളത്തിലുള്ള തിയേറ്ററുകളിൽ ടോപ്പ് 10 ഞാൻ ഇവരുടെ ലിസ്റ്റ് ചെയ്യും ഈ പർട്ടിക്കുലർ സ്ക്രീൻ 2ഉം 4K ഡോൾബി അറ്റ്മോസ് ആണ്. അത് ഗംഭീരമായിരുന്നു. അതിൻ്റെ സൗണ്ടൊക്കെ വെറുതെ കിടു. പിന്നെ ഒരിടത്തും കാണാത്ത ഒരു ലൈറ്റിംഗ് ആൻഡ് സീറ്റിംഗ് കളർ സ്കീം, ബ്രൗൺ ആൻഡ് ബ്ലൂ. ഞാൻ എങ്ങും കണ്ടിട്ടില്ല ബ്രൗൺ ആൻഡ് ബ്ലൂ. അതൊരു ബർഗൻഡി ടൈപ്പ് ഒരു ബ്രൗൺ ആൻഡ് ബ്ലൂ ആയിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല, കിടിലം കളറ്. ഈ കളേഴ്സ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഒരു ലൗഞ്ചർ സീറ്റ് പോലും ഈ നിറത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇനോക്സിൻ്റെ ബൈ ഡിഫോൾട്ട് കളർ തന്നെ ഈ നിറമാണ്. അവരുടെ പോലും ഈ കളർ ലൗഞ്ചർ സീറ്റ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ തേർഡ് സ്ക്രീൻ ഒരുമാതിരി കുട്ടി ഐമാക്സ് പോലെ ഇരിക്കുന്ന ഒരു വൈബ് തെല്ലുന്ന തിയേറ്റർ. അത് ഞാൻ ലൈറ്റിംഗ് വെച്ചിട്ട് പറഞ്ഞാട്ടാ, ആ ഐമാക്സിൽ മാത്രം കാണുന്ന ഒരു ടൈപ്പ് ഒരു നിറമാണ് അത്. ഇപ്പം മനിതനിതയിൽ ബ്ലൂ കളർ ലൈറ്റിംഗ് ഉണ്ട്, പക്ഷേ അത് വേറൊരു ബ്ലൂ ലൈറ്റാണ്. ഇത് ഐമാക്സിൽ കാണുന്ന റോയൽ ബ്ലൂ നിറവും ഇൻറ്റീരിയേഴ്സൊക്കെ വന്നിട്ട് എനിക്ക് ഐമാക്സാണ് ഓർമ്മ വന്നത് ഇങ്ങനെ നോക്കിയപ്പോൾ. സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ മറ്റേ 1.90 അല്ല, സ്കോപ്പ് റേഷ്യോ സ്ക്രീനാണ്. പക്ഷേ സ്ക്രീനിൻ്റെ അവിടെ നിന്നുകൊണ്ട് നമ്മൾ മുകളിലേക്ക് പ്രൊജക്ഷനിലേക്ക് നോക്കുമ്പോൾ എന്താണ്ട് ഒരു ഐമാക്സിൻ്റെ വൈബായിരുന്നു. ആ ഒരു നിറം കളർ സ്കീം വെച്ചിട്ട് ഞാൻ പറഞ്ഞേട്ടാ. അയ്യോ, അതുമാത്രമല്ല സീറ്റിൻ്റെ ഇൻക്ലിനേഷൻ അതും ഐമാക്സ് വൈബായിരുന്നു. കുത്തനെയുള്ള സീറ്റിങ്, അയ്യോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവരുടെ 3 സ്ക്രീൻസും അടിപൊളി. 3 ഞാൻ ഓരോ സിനിമകൾ ഇച്ചിരി വിധം കണ്ടു. ടോപ്പ് നോട്ട്സ്ഡേ കിടിലൻ തിയേറ്റർ. നിങ്ങൾ തൃപ്രയാറുകാരുണ്ടല്ലോ, ഭയങ്കര ഭാഗ്യവാന്മാരാണ്. എൻ്റെ അറിവിൽ അവിടെ 2 തിയേറ്ററുകളാണ്. 2 തിയേറ്ററും 4K ലേസർ. 2 തിയേറ്ററും, അതായത് 2 തിയേറ്റർ കോംപ്ലക്സ്. തൊട്ടപ്പുറത്ത് തന്നെ ഏകദേശം 1 കിലോമീറ്റർ മുന്നേ ഞാൻ മഞ്ഞ വഴി ഒരു തിയേറ്റർ കണ്ട്, ജെമാക്സ് എന്നാണെന്നുള്ളത് തിയേറ്ററിൻ്റെ പേര് ഞാൻ മറന്നു. ഈ 2 തിയേറ്ററേ ഉള്ളൂ തൃപ്രയാർ എൻ്റെ അറിവിൽ. ഈ 2 തിയേറ്ററും 4K ലേസറാണ്. എൻ്റെ അറിവിൽ ഒരു പ്രദേശം മൊത്തം 4K ലേസറുള്ള മറ്റൊരു സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൂവാറ്റുപുഴയാണ്. ഉള്ള 4 തിയേറ്ററും എല്ലാം ലേസറാക്കി. എല്ലാം. മൂവാറ്റുപുഴ ഈസ് ലൈക്ക് അഹെഡ് ഓഫ് ദി കർ. അവർ ജപ്പാനെ പോലെയാണ്, ടെക്നോളജിയിൽ മുൻപന്തി നിൽക്കുകയാണ്. 4 തിയേറ്ററും ലേസറാക്കി വെച്ചിരിക്കുകയാണ് മൂവാറ്റുപുഴയിൽ. കൊച്ചി പോലും ഇല്ല എല്ലാ തിയേറ്ററും ലേസർ. മൂവാറ്റുപുഴക്കാർക്ക് വേറെ റേഞ്ചഡേ. എന്തായാലും തൃശ്ശൂർ ജില്ലയുള്ള നിങ്ങൾക്ക് കിടിലൻ തിയേറ്റേഴ്സാണ്. കൊടുങ്ങല്ലൂർ എടുത്ത് നോക്കിയേ, ലക്ഷ്മി സിനിമാസ്, അതും 4K ലേസർ അറ്റ്മോസ്. ഇത് VB സിനിമാസ്, രാഗം, ജോസ്, ദേവ സിനിമാസ്, എല്ലാം. ദേവ സിനിമാസ് ഫുൾ അറ്റ്മോസ് എങ്ങാണ്ടുമാണ്. അതിൻ്റെ കർട്ടൻ റൈസർ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഫാനായി.
രാഗം കഴിഞ്ഞിട്ട് ഇത്രയും കിടിലം ഒരു കർട്ടൻ ലേസർ എനിക്ക് തോന്നുന്നത് അത് ഞാൻ പറയണത് ശരിയല്ല, പോയി കണ്ടു നോക്കിയിട്ടല്ലേ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇവിടെ വീടിലും കർട്ടൻ റൈസർ ദേവാ സിനിമാസിലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. ഞാൻ അടുത്ത് തന്നെ വരുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ VB സിനിമാസ് ടോപ്പ് നോച്ച്, എസ്പെഷ്യലി സ്ക്രീൻ 1. എന്തായാലും ഞാൻ അവിടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരു 3D സിനിമ കാണാൻ ഞാൻ ഒരു ദിവസം വരും. എനിക്ക് എന്തായാലും അത് അവിടെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. 2D തന്നെ വേറെ ലെവലായിരുന്നു. ഒന്നാമത് ലക്കി ഭാസ്കറിൻ്റെ DCP 4K ആയിരുന്നു, 4K അറ്റ്മോസ് DCP ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മോനെ അതിന് ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇട്ടേക്കാം. ഇപ്പോൾ ദുൽഖറിൻ്റെ ഒരു ഫോട്ടോയിൽ ഞാൻ ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഫ്രെയിം, ഏതൊരു സിനിമ വന്നാലും കണ്ണട വരുന്ന ഗ്ലാസ് വരുന്ന രംഗങ്ങൾ എടുത്തു നോക്കിക്കോ, ആ ഫ്രെയിമിൻ്റെ ചുറ്റും ലൈറ്റ് കൊണ്ടിട്ടൊരു റിഫ്ലക്ഷൻ വരും. ആ റിഫ്ലക്ഷൻ കണ്ടില്ല, ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. അല്ലെങ്കിൽ മണൽ ക്ലോസപ്പ് ഷോട്ട് വരുന്ന സിനിമകൾ എടുത്ത് നോക്കിയാൽ മണൽ തരിയൊക്കെ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഒരു IMAX ലേസറിൽ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്ന എഫക്റ്റ് ഭയങ്കര. ആ ഓരോ മണൽ തരിയും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ലേസറിൻ്റെ ഒരു പ്രത്യേകത. അത് IMAX ആണ് അതിൻ്റെ അപ്പൻ. പക്ഷേ ഡോൾബി സിനിമാസ് എന്ന് പറഞ്ഞാൽ വേറെ സാധനമുണ്ട്, ഡോൾബി വിഷനൊക്കെ വരുന്നത്. അതാണ് വരുന്നുണ്ട് ഇന്ത്യയിലേക്ക് 3 ഒരെണ്ണം എവിടെയെന്ന് അറിയുമ്പോൾ കുറേമാർക്ക് കോടി പോട്ടും. എന്തായാലും ഇതിൻ്റെ ഓണറിന് ഞാൻ കുറച്ച് സ്ഥലം തപ്പി കൊടുക്കുന്നുണ്ട്, കളമശ്ശേരിയിൽ അല്ലെങ്കിൽ കാക്കനാട്. അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ കളമശ്ശേരിയാണെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. എന്തായാലും ഞാൻ സ്ഥലമായിട്ട് ഞാൻ ചെല്ലുന്നുണ്ട്. നമ്മുടെ കേരളത്തിന് ഇവരൊരു സാധനം തരാൻ തയ്യാറാണെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. നടക്കട്ടെ. ഇങ്ങനൊരാൾ ഇങ്ങനൊരു ഓക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഞാൻ മാക്സിമം ശ്രമിക്കണമല്ലോ. അത് നടക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഗംഭീര സാധനം കിട്ടും മക്കളെ. എന്തായാലും നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. കാരണം ചെറിയൊരു തിയേറ്റർ തുടങ്ങാൻ ഇവർക്ക് താല്പര്യമില്ല. ഇവർക്ക് വൻകിട ഒരു കിടുക്കാച്ചി സാധനം തുടങ്ങണമെന്നാണ് ഇവരുടെ ആഗ്രഹം. ഇതിൻ്റെ ഓണർ അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. ഞാൻ പുള്ളിയോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം അതാണ്. പുള്ളിക്കൊരു ജൈഗാൻറ്റിക് കിങ് സൈസ് തിയേറ്റർ പണിയണമെന്നാണ്. കാരണം പുള്ളിയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ഇവരുടെ തന്നെ എന്തോ ആണ് ദേവാ സിനിമാസ്, ഇവരുടെ എന്തോ ആയിരുന്നു. അപ്പോൾ ഇവർക്ക് ആ ലെവലിൽ ഒരു കിങ് സൈസ് തിയേറ്റർ വേണം വിത്ത് ഒരു കിങ് സൈസ് സ്ക്രീൻ. ആ ഒരു മൈൻഡിലാണ് ഇവർ ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ VB സിനിമാസ് ആണെങ്കിൽ ആ ഒരു കൊറോണ ആ ഒരു ടൈമിൽ വന്ന തിയേറ്ററാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ടൈമിൽ ഒറ്റൊരു സ്ക്രീൻ വെച്ച് ഓടിച്ചുകൊണ്ട് പോലെ ഇച്ചിരി സീനായിരുന്നു. അതുകൊണ്ടാണ് അവർ 3 സ്ക്രീനായിട്ട് സ്പ്ലിറ്റ് ചെയ്തത്. അല്ലെങ്കിൽ പുള്ളിയുടെ ഏറ്റവും വലിയ ആഗ്രഹം വലുതായിട്ട് തന്നെ പണിയണമെന്നായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അങ്ങനത്തെ ഒരു ആഗ്രഹം എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇനി അവർക്കത് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അത് എറണാകുളത്ത് തന്നെ ചെയ്യാൻ. അപ്പോൾ എന്തായാലും സ്ഥലം ഒപ്പിച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നെ കഴിയുന്നത് ഞാൻ ഹെൽപ്പ് ചെയ്യും. കാരണം ഒരു സ്ഥലം ആണ് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു. സ്ഥലം അറിയാമെങ്കിൽ എന്നോട് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ലൊരു മാരക വലിയ ഒരു IMAX ലെവൽ ഒരു തിയേറ്റർ പണിയാനുള്ള സ്ഥലം എവിടെയെങ്കിലും കൊടുക്കാനുണ്ടെന്ന് അറിയാമെങ്കിൽ ദയവ് ഇതൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇദ്ദേഹം അത് നോക്കി അവർക്ക് എടുക്കാൻ താല്പര്യമുണ്ടെന്നാണ് പറഞ്ഞത്. ലീസിനാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നാലും അവിടെ ഒരു തിയേറ്റർ സെറ്റപ്പ് ചെയ്തിട്ട് അത് കൊച്ചിയിൽ അവർക്കൊരു ഒരു സംഭവ സൃഷ്ടിയാക്കി കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും നടക്കട്ടെ. എല്ലാം നല്ല രീതിയിൽ പോകണമെങ്കിൽ ഒരു കിടിലൻ സംഭവം നമുക്ക് കിട്ടും. എന്തായാലും VB സിനിമാസ് ടോപ്പ് നോച്ച് തിയേറ്ററിൻ്റെ കിടിലൻ തിയേറ്റർ, അടിപൊളി എക്സ്പീരിയൻസ്. ഞാൻ തിരിച്ച് എന്തായാലും പോകും ഒരു ദിവസം. എന്തായാലും ഞാൻ ചെന്നിട്ട് ഒരു 3D സിനിമ കാണും. പിന്നെ ഒറ്റൊരു പ്രശ്നം എനിക്ക് തോന്നിയെന്താണെന്ന് ഞാൻ പറയട്ടെ. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ നേരം പുലർന്നു എന്ന് പറയാൻ കാരണം എന്ന് പറയുമ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ആ തൃപ്രയാർന്ന് വണ്ടി പിടിച്ചിട്ട് തൃശ്ശൂർ പോയാൽ മതിയായിരുന്നു. തൃശ്ശൂരാണെങ്കിൽ ഏത് പാദയാത്രയാണെങ്കിലും എപ്പോൾ വേണമെങ്കിൽ ബസ്സോ കാറോ ട്രെയിനോ എന്ത് വേണമെങ്കിൽ കിട്ടുമായിരുന്നു. ഞാനൊരു അബദ്ധം കാണിച്ച് രാത്രി അത്രയും വൈകിയപ്പോൾ ഞാൻ അവിടെ നിന്ന് ബസ് കയറി കൊടുങ്ങല്ലൂർ വന്നു. കൊടുങ്ങല്ലൂർ നമ്മുടെ ബസ് കിട്ടാൻ പാടുപെട്ട് നിൽക്കുമ്പോൾ നമ്മളെ കുറച്ച് ചങ്ക് സബ്സ്ക്രൈബേഴ്സ്, പേര് പോലും അറിയാത്ത കുറേ കിടുക്കാച്ചി മക്കൾ, നമ്മുടെ വനിത വെച്ച് ഒരു തവണ കണ്ട് പരിചയമുള്ള മച്ചാനുണ്ട്. ആ മച്ചാനിന് അവൻ്റെ 2 കൂട്ടുകാരും കൂടെ വന്ന് എന്നെ വണ്ടി കയറ്റി ഒരു ബസ് കിട്ടാതെ പോയപ്പോൾ ബസ് എന്നെ പുറകെ വെച്ചടിച്ച് എന്നെ ബസ്സിൻ്റെ വട്ടം കൊണ്ടുപോയി ഹോൺ അടിച്ച് നിർത്തി ബസ്സുകാരനെ ചവിട്ടിപ്പിച്ച് അവിടെ നിന്ന് എന്നെ ട്രാൻസ്പോർട്ട് ബസ് കയറ്റി ഞാൻ അവിടെ നിന്ന് ഒരു വിധത്തിൽ നമ്മുടെ ഇവിടെ എത്തി, നോർത്ത് പറവൂരെത്തി. അതതിനും വലിയ അതോധിയായിരുന്നു. ഒരൊറ്റ ബസ് പോലും എനിക്ക് കിട്ടിയില്ല. അവസാനം 2-2.5 മണിക്കൂർ ആ നോർത്ത് പമ്പ് ജംഗ്ഷനിൽ നിന്ന് സ്റ്റാച്ചു ആയ അവസ്ഥ. എന്നെ രാവിലെ ആയിരുന്നെങ്കിൽ എന്നെ അവിടെ മറ്റേ നടുവിൽ സ്റ്റാച്ചു ആയിട്ട് പ്രഖ്യാപിക്കുമായിരുന്നു. അമ്മാതിരി പോസ്റ്റായിരുന്നു എനിക്ക് കിട്ടിയത്. ഒറ്റ വണ്ടിയിൽ അവസാനം അവിടെ ഉണ്ടായിരുന്ന കുറേ ചേട്ടന്മാരൊക്കെ കൂടി ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ച് ഷെയർ പിടിച്ചാണ് ഇവിടെ എത്തിയത്.
അന്നവിടെ 2 വള്ളിക്കൂട്ടങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ പിന്നെ അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയാനുള്ള എൻ്റെ പൊന്നോ വെറുതെ സീനായിരുന്നു. ഒരു സിനിമ ഓടിക്കാനുള്ള എപ്പിസോഡ് ഈ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടായി. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളെങ്ങാനും വല്ല ബസ്സിന് വല്ലതൊക്കെയാണ് പോകണമെന്നുണ്ടെങ്കിൽ തൃപ്രയാർന്ന് ഇങ്ങോട്ടേക്ക് കൊച്ചിയിലേക്ക് വരാനായിട്ട് നമ്മുടെ കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ പറവൂര് വഴി രാത്രി വരരുത്. ബസ് ഉണ്ടാവില്ല, ഒരു തേങ്ങ ഉണ്ടാവില്ല. വണ്ടിക്കാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ അങ്ങനെ എന്താ വെച്ചാൽ. അപ്പോഴും ഞാൻ പറയും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ തൃശ്ശൂർ പോയി തൃശ്ശൂരിൽ നിന്ന് വരികയായിരിക്കും നല്ല, അല്ലെങ്കിൽ ഹൈവേ വഴി വരുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. ഒരൊറ്റ ബസ് ഉണ്ടായിരുന്നില്ല. എൻ്റെ കുറേ കൂട്ടുകാർ പണ്ട് കോളേജിൽ പഠിച്ചവന്മാരുടെ വീടെല്ലാം വെടിമറ ചേന്നമംഗലം ഭാഗത്തൊക്കെ ഉണ്ട്, നോർത്ത് പറവൂരുണ്ട്. പക്ഷേ ഇവന്മാരെല്ലാവരും ഇപ്പോൾ ഗൾഫിലാണ്. അതുകൊണ്ട് പഴയ ഓർമ്മയിലാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവിടെ രാത്രി ആയാലും ബസ് കിട്ടുമായിരുന്നു. ഇത് ഞാൻ മറ്റേ ഓഫി പോയി എന്നുള്ള അവസ്ഥയായിരുന്നു. അവസാനം എനിക്ക് തോന്നണത് ഈ തിയേറ്ററിൽ പോയി സിനിമ കണ്ട് ഭക്ഷണവും കഴിച്ച് ബസ്സും പിടിച്ച് എല്ലാത്തിനും കൂടി ചിലവായ പൈസ എനിക്ക് ആ നോർത്ത് പറവൂരുന്ന് എൻ്റെ വീട് വരെ ഓട്ടോ കാശിന്. അങ്ങനത്തെ കീട് ഒരു എക്സ്പീരിയൻസ് എനിക്ക് രാത്രി ഉണ്ടായി. ഞാൻ നേരം പുലരായപ്പോഴാണ് വീട്ടിൽ എത്തിയത്. കോമഡി ആയിരുന്നു. വീട്ടുകാരൊക്കെ മറ്റേ നീ എവിടെയാണോ പോയെന്നായിപ്പോയി. എന്തായാലും അത് മാത്രം എനിക്കൊരു മോശം എക്സ്പീരിയൻസ് ഉള്ളൂ. തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ സ്കൂട്ടറോ ബൈക്കോ പരിപാടിക്ക് പോവുക, അല്ലെങ്കിൽ കാറിനോ ബസ്സിനോ ഒക്കെ പോവുക. അതല്ലെങ്കിൽ നിങ്ങളുടെ സ്വയം എന്തോ ഉള്ള വണ്ടിയിൽ പോവുക. അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നേരെ തൃശ്ശൂർക്ക് കിട്ടുമോ. തൃശ്ശൂരിൽ നിന്ന് ഏത് പാതിരാത്രിയല്ല, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആ സ്റ്റാൻഡിൽ നിന്ന് ബസ് കിട്ടും. എങ്ങോട്ട് വേണമെങ്കിൽ. എറണാകുളം പോലെയാണ്, 24 hours നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിൽ ബസ് കിട്ടും. അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്, ഇങ്ങോട്ടേക്ക് ഈ വഴി വരാൻ നിൽക്കരുത്, ഹൈവേ വഴി പിടിച്ച് വരിക, അത്രേ ഉള്ളൂ. ഇത് പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. എന്തായാലും ലെങ്തി വീഡിയോ എന്നറിയാം, പക്ഷേ നമുക്ക് പറയാനുള്ളതൊക്കെ നമുക്ക് പറഞ്ഞല്ലേ പറ്റുള്ളൂ. നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യാനാണ്. അപ്പോൾ ക്ഷമയുള്ളവർ എന്തായാലും ഇങ്ങനത്തെ വീഡിയോസ് കാണുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും കിടിലൻ എക്സ്പീരിയൻസ്, അടിപൊളി തിയേറ്റർ. അപ്പോൾ നാളെ വേറെ വീഡിയോ കാണാം. ബൈ ബൈ.